പണ്ടൊരിക്കലും ചെയ്ത തെറ്റ് അച്ഛൻ വീണ്ടും ആവർത്തിക്കുവോ? ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ സ്പേസ് അല്ലേ? അഭിപ്രായം പറയാം, നിർദ്ദേശിക്കാം, പക്ഷേ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ. രാജേട്ടാ, എന്നാലും അമ്മുവിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എന്താന്ന് നല്ലതുപോലെ അറിയായിരുന്നല്ലോ അച്ഛന്. എന്നിട്ടും അതാ എനിക്ക് മനസ്സിലാവാതെ. ഈ കുടുംബത്തിനു വേണ്ടി അച്ഛൻ ചെയ്യുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊരിക്കലും തെറ്റായ തീരുമാനമാവില്ലെന്ന് നമുക്കൊക്കെ അറിയാവുന്നല്ലേ സുമിത്രേ? അതെങ്ങനെ പറയാൻ പറ്റും? ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിക്കൂടെ? അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണോ ഞാൻ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. ഇഷ്ടമുള്ളൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിഷേധിച്ച ആളാ നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെയാ ഈ ജന്മത്തിൽ വിവാഹം വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോ അമ്മൂനോടും അതേ ദ്രോഹം അച്ഛൻ ചെയ്യാൻ പോകുന്ന. അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വീട്ടിൽ ആരുടെ നാവും പൊങ്ങിയില്ല. പക്ഷേ ആ ദ്രോഹം സ്വന്തം മോളോട് നിങ്ങളെങ്കിലും ചെയ്യരുത് രാജേട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരിക്കലും അതൊന്നും മനസ്സിലാവില്ല. എന്തിനും ഏതിനും അച്ഛനെ ശത്രുവായി കാണാനാണല്ലോ നിനക്ക് പണ്ടേ താല്പര്യം. മനസ്സിലാവാത്തതേ നിങ്ങൾക്കൊക്കെയാ. ആരുടെയെങ്കിലും തീരുമാനങ്ങള് നടപ്പിലാക്കാനുള്ളൊരു വസ്തുവല്ല ഒരു പെണ്ണിന്റെ ജീവിതം. അച്ഛനോട് നമുക്ക് ഇങ്ങനെയൊന്നും പോയി പറയാൻ പറ്റില്ലല്ലോ വരതെ. ഞാൻ പറയാം അച്ഛനോട്. എനിക്കൊരു പേടിയുമില്ല. പക്ഷേ ഞാൻ മാത്രം സ്വരം ഉയർത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, അച്ഛന്റെ ഈ തീരുമാനം അമ്മുവിന്റെ നന്മയെ കരുതിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദേ വെറുതെ ഒരു തർക്കം വേണ്ട. രാജേട്ടാ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളോടെങ്കിലും ഒരു വാക്ക് ചോദിക്കായിരുന്നു അച്ഛന്. അച്ഛന്റെ തീരുമാനങ്ങൾ നമ്മൾ എല്ലാവരും എന്നും അംഗീകരിച്ചിട്ടല്ലേ ഉള്ളൂ. പുത്തമ്പൊരിക്കൽ വീടിന്റെ പാരമ്പര്യം അതല്ലേ സുമിത്രേട്ടത്തി? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം.